ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ടു ജാച്ചീസ് വ്ലോഗ്. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അൽഹംദുലില്ലാഹ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ റമദാൻ്റെ വിശേഷമായാണ്. ആദ്യം നോമ്പുതുറയുടെ വിശേഷവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് ഞാൻ കട്ട്ലേറ്റിന് വേണ്ട ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വേകാൻ വേണ്ടി വെക്കുകയാണ്. ഇത് വെച്ചിട്ട് മറ്റുള്ള പണികളിലേക്ക് കിടക്കാമെന്ന് കരുതി. അതൊക്കെ തയ്യാറാക്കി വെച്ച് പിന്നെ ഇത് സമൂസയ്ക്കുള്ള മാണ്ടിയാണ്, സമൂസയുടെ ഷീറ്റാണ്, നമ്മൾ മാണ്ടിയാണ് ഇതിന് പറയാറ്. ഇത് ഞാൻ റെഡിമെയ്ഡ് വാങ്ങിയതല്ല, ഇത് ഞാൻ സമൂസ ഉണ്ടാക്കുന്നിടത്തുനിന്ന് വാങ്ങിയതാണ്. ഈ ഷീറ്റ് എനിക്കിതാണ് ഏറ്റവും നല്ലത് ഇതിനേക്കാളും. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് സമൂസ ആക്കിയിട്ട് വെക്കാമെന്ന് കരുതി. ഇത് ഇന്നേക്ക് മാത്രമല്ല, കുറച്ച് സ്റ്റോറേജ് ചെയ്ത് വെക്കാമെന്ന് കരുതി. ഒരാഴ്ച വരെ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്നും സംഭവിക്കില്ല. ഇത് ഫ്രീസറിലാണ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഞാൻ എല്ലാം ഒന്ന് കുറച്ച് ഇന്നേക്ക് വേണ്ടത് എടുത്ത് വെച്ചിട്ട് ബാക്കിയൊക്കെ ടിന്നിലാക്കിയിട്ട് വെക്കുകയാണ് ചെയ്യുന്നുള്ളത്. പിന്നെ അതൊക്കെ റെഡിയാക്കി വെച്ച് സമൂസയുടെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി കട്ട്ലേറ്റിനുള്ളതൊക്കെ റെഡിയാക്കി എടുക്കുക. അത് ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. മസാലയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മസാല വീട് ഞാൻ എടുത്തിട്ടില്ല. ഇനി ഉരുളക്കിഴങ്ങ് ഒടിച്ചെടുത്ത് മസാലയും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം ഒന്ന് ഒരു ബൗളാക്കി ഉരുട്ടിയിട്ട് കട്ട്ലേറ്റാക്കി എടുക്കാം. എടുത്തിട്ട് ഇനി ഇതിനെ നമുക്ക് മുട്ടയിലേക്ക് കോട്ട് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലേക്ക് മുക്കുക. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദയിലേക്ക് മുക്കിയിട്ടാണ് ബ്രെഡ് ക്രംസിലേക്ക് മുക്കുന്നുള്ളത്. മുട്ട നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഇത് എണ്ണയിലിടുമ്പോൾ പത പോലെ വരുന്നത് കൊണ്ട് ഞാൻ മൈദയിലാണ് ആക്കിയിട്ടുള്ളത്. അതൊക്കെ ഒരു കണ്ടയിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് നമുക്ക് വേണ്ടത് എടുത്തിട്ട് എണ്ണയിലിട്ടാൽ മതിയല്ലോ. ഇത് ഞാൻ ബട്ടർ പേപ്പറാണ് ഇതിന് മുകളിൽ വെച്ചിട്ടുള്ളത്. എന്തിനാ വെച്ചാൽ ഇത് ഒരു വെള്ളം പിടിച്ചൽ വരുന്നല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ബട്ടർ പേപ്പർ വെക്കുന്നുള്ളത്. ഇങ്ങനെ വെച്ചാൽ ഒന്നും സംഭവിക്കില്ല. അങ്ങനെതാ ഇത് ഫുള്ളായി. ഇനി ഇത് വേറൊന്നിലും കൂടി ഇട്ട് വെക്കേണ്ടതുണ്ട്. പിന്നെ എല്ലാം ഒന്ന് സെറ്റായി. ഇത് ഫ്രീസറിൽ കൊണ്ടുപോയിട്ട് വെക്കാം. ഇത് 10 ദിവസം വെച്ചാലും ഒന്നും ആവില്ല. നമുക്ക് ഉപയോഗിക്കുമ്പോൾ കുറച്ച് മുന്നേ എടുത്തിട്ട് പുറത്ത് വെച്ചാൽ മതി. അങ്ങനെ ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ ഇളനീരൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു ജ്യൂസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കരുതി ഇന്ന് ഫുഡിങ് ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന്. എൻ്റെ മോനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡിങ്ങൊക്കെ. അവനക്ക് ഇന്ന് നോമ്പ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ വാശി പിടിച്ചിട്ട് നോമ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനൊരു സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ ഫുഡിങ് ഉണ്ടാക്കാമെന്ന് കരുതി. ഫുഡിങ്ങിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. ഇത് ഞാനൊരു വേറൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അതായത് ഞാൻ ഫുഡിങ്ങൊക്കെ തയ്യാറായി. ഇത് ഇളനീർ ഫുഡിങ്ങാണ്. ഇനി ഇതിനൊന്ന് ഫ്രിഡ്ജിലൊന്ന് തണുക്കാൻ വെക്കാം. ഇത് നോമ്പൊക്കെ തുറന്ന് ഫുഡൊക്കെ കഴിച്ച് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതും സെറ്റാൻ വെച്ച് പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പിന്നെ ഇന്നത്തെ കുളിച്ച് നിസ്കരിച്ചിട്ടൊക്കെ വന്നിട്ട് പിന്നെ ഇന്ന് കേങ്ങ് ഒന്ന് കാച്ചിയെടുക്കാമെന്ന് കരുതി. ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് കേങ്ങ് കാച്ചി, കേങ്ങ് പൊടി കേങ്ങ് കാച്ചി എന്നൊക്കെ ഞങ്ങൾ പറയാറ്. കേങ്ങ് പൊടിയും ചമ്മന്തിയും ഭയങ്കര ഇഷ്ടമാണ് ഉമ്മക്ക്. ഞാൻ അതും കൂടി ആക്കി കൊടുക്കാമെന്ന് കരുതി. പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സമൂസയും കട്ട്ലേറ്റും ഒക്കെ ആവശ്യത്തിന് വേണ്ടത് എടുത്തിട്ട് എണ്ണയിൽ ഇട്ടാൽ മതിയല്ലോ. അങ്ങനെ അതൊക്കെ എടുത്തിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുച്ചിലാകെ അലങ്കോലമായി കിടന്നിട്ടുമുണ്ട്. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ പണിയെല്ലാം വേഗം എടുക്കാൻ തുടങ്ങി. ഭയങ്കര തിരക്കായി. ജ്യൂസൊക്കെ ആക്കുന്നുണ്ട്. ജ്യൂസ് ആക്കുന്ന എൻ്റെ അനിയത്തിയാണ്. അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുണ്ട് വീട്ടിലേക്ക്. പിന്നെ അവൾക്കാണ് ഈ പണിയൊക്കെ കൊടുത്തിട്ടുള്ളത്, ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ അവളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ജ്യൂസൊക്കെ അവൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇത് വത്തക്ക സ്വരത്താണ് അവൾ ഉണ്ടാക്കുന്നുള്ളത്. പിന്നെ ഇത് ചെറുനാരങ്ങയും പുതിനയും കൂടി അടിച്ചതാണ്. ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ജ്യൂസ്. പാലടിച്ചിട്ടുള്ള ജ്യൂസ് വേണ്ടാന്ന് എല്ലാവരും പറയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി അതിനൊക്കെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇത് ചമ്മന്തി അരച്ചിട്ടുണ്ട്. ഇത് കേങ്ങ് പൊടിക്ക് വേണ്ടിയിട്ടുള്ള ചമ്മന്തിയാണ്. നല്ല കോമ്പറ്റീഷനാണ്. കേങ്ങ് പൊടിയും ചമ്മന്തിയും നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതും തയ്യാറാക്കി. പിന്നെ ഇതൊക്കെ നോമ്പ് തുറക്കാൻ വേണ്ടി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ബാങ്ക് കൊടുക്കുന്ന ടൈമൊക്കെ ആയിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ചടപ്പടാന്നാക്കിയിട്ട് എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ നോമ്പ് തുറയുള്ള വിശേഷങ്ങൾ. എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.